ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ അരുണ്യ. വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിൽ പതാക ദിനം തുടർച്ചയായ 2ാം വർഷമാണ് രാജ്യം പതാക ദിനം ആചരിക്കുന്നത്. റോഡുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം പതാക ഉയർന്നു. എല്ലാ വർഷവും മാർച്ച് 11 സൗദി പതാക ദിനമായി ആചരിക്കാൻ കഴിഞ്ഞ വർഷമാണ് ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിട്ടത്. തുടർച്ചയായ 2ാം വർഷം ഇന്ന് സൗദി പതാക ദിനം ആചരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം ഹരിത പതാക ഉയർന്നു. 1727 സൗദി ഭരണകൂടം നിലവിൽ വന്നപ്പോഴാണ് ദേശീയ പതാക നിലവിൽ വന്നത്. പിന്നീട് പലതവണ മാറ്റങ്ങൾ വരുത്തി. ഇപ്പോഴുള്ള പതാക നിലവിൽ വന്നത് 86 വർഷം മുമ്പാണ്. 1937 മാർച്ച് 11 ദേശീയ പതാക അംഗീകരിച്ചുകൊണ്ട് രാജകൽപ്പനയുണ്ടായി. അഭിമാനത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രതീകമാണ് സൗദിയുടെ ദേശീയ പതാക. ഒരിക്കൽ പോലും ഈ പതാക താഴ്ത്തിക്കെട്ടാറില്ല. പതാകയിലെ പച്ചനിറം സമാധാനത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. നീതി നടപ്പിലാക്കുന്നതിലെ ഇച്ഛാശക്തിയെയാണ് പതാകയിലെ വാൾ പ്രതിനിധീകരിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിന്റെ സാക്ഷ്യം പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏകീകരണം, ശക്തി, നീതി, വികസനം, സമൃദ്ധി എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നിലവിലുള്ള ദേശീയ പതാക. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ജോലിയും കൂലിയും താമസ സ്ഥലവുമില്ലാതെ റിയാദിലെ തെരുവുകളിൽ കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർക്ക് ഗൾഫ് മലയാളി ഫെഡറേഷന്റെ നിയമസഹായം. തൊഴിലുടമകളുടെ ചതിയിലകപ്പെട്ട് ദുരിതത്തിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും സംഘടനയുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകി. സുലയിൽ വെള്ളവും വെളിച്ചവുമില്ലാതെ കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർക്കാണ് താൽക്കാലികമായെങ്കിലും ആശ്വാസത്തിന്റെ വഴി തുറന്നിരിക്കുന്നത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇവരെ വഴിയാധാരമാക്കി കടന്നുകളഞ്ഞത്. പതിറ്റാണ്ടുകളായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഇവരെ പ്രായക്കൂടുതൽ കാരണം സേവനാനന്തര ആനുകൂല്യങ്ങൾ പോലും നൽകാതെ സ്ഥാപനം ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് വർഷങ്ങളായി റിയാദിലെ സുലയിൽ റോഡരികിൽ പണിത ഷെഡിലാണ് ഇവർ വെള്ളവും വെളിച്ചവും ഇല്ലാതെ ജീവിതം തള്ളി നീക്കുന്നത്. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള തൊഴിലാളികളാണ് മറ്റുള്ളവർ. ഇവരിൽ പലരും തന്നെ വിവിധ അസുഖങ്ങൾ ബാധിച്ചവരാണ്. ഇക്കാമ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മതിയായ ചികിത്സയും ഇവർക്ക് ലഭിക്കുന്നില്ല. ഇവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഗൾഫ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു. ഇതിനു പുറമെ ഇവർക്ക് ചികിത്സാ സൗകര്യങ്ങളും നിയമസഹായവും നൽകാൻ സംഘടന തീരുമാനിച്ചതായി ചെയർമാൻ റാഫി പങ്ങോട് അറിയിച്ചു. റമദാൻ കിറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സുലയിൽ ഈ ക്യാമ്പിൽ പോയത്. അവിടെ ചെല്ലുമ്പോഴാണ് കുറച്ച് ആൾക്കാർ, വളരെ പ്രായം ചെന്ന ആൾക്കാർ ഒരു സൈഡിൽ ഇരിക്കുന്നത് കാണുന്നത്. അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് 80 വയസ്സിന് മേലിലുള്ള ആൾക്കാരാണ്. അവരൊരു ദുബായ് കമ്പനിയിൽ ജോലിയെടുക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. അവരിപ്പോൾ 2 വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി, സാലറി ഒന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് വേണ്ട നിയമസഹായം, അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ഖത്തറിൽ 3 ദിവസം നീണ്ടുനിന്ന പാസേജ് ടു ഇന്ത്യ സാംസ്കാരികോത്സവം സമാപിച്ചു. മിയ പാർക്കിൽ 3 ദിവസമായി നടന്ന ആഘോഷത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. സമാപന ദിവസം വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറി. ഇന്ത്യയിൽ നിന്നെത്തിയ ഖവാലി സംഘത്തിന്റെ സംഗീത പരിപാടിയും ശ്രദ്ധേയമായി. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും കലാമികവുകളും വിളംബരം ചെയ്തുകൊണ്ടുള്ള 3 ദിവസത്തെ സാംസ്കാരികോത്സവത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഖത്തറിലെ വിവിധ ഇന്ത്യൻ സമൂഹങ്ങൾ ഒത്തുചേർന്ന മിയ പാർക്കിൽ സംഗീതവും നടന വിസ്മയങ്ങളും അരങ്ങുണർത്തിയ 3 ദിവസം ആസ്വാദകരുടെ മനസ്സ് കീഴടക്കി. സമാപന ദിവസമായ ശനിയാഴ്ച ഇന്ത്യയിൽ നിന്നെത്തിയ ഷാഹിദ് നിയാസിയും സംഘവും അവതരിപ്പിച്ച ഖവാലി സംഗീതം വേറിട്ട അനുഭവമായി. रंगरेज़ा रंगरेज़ा कुन फाया कुन कुन फाया कुन फाया कुन फाया कुन फाया कुन फाया कुन फाया. സമാപന പരിപാടിയിൽ ഉത്തരേന്ത്യൻ നൃത്തവിസ്മയമായ മെഗാ ദർബ ഡാൻസും ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടനകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡോഗ് സ്ക്വാഡിന്റെ പ്രകടനവും സന്ദർശകർക്ക് കൌതുകമായി. തെരഞ്ഞെടുക്കപ്പെട്ട 40 ദീർഘകാല പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50 വർഷത്തെ ആഘോഷം കൂടിയായിരുന്നു സാംസ്കാരികോത്സവം. ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ
ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICC സെക്രട്ടറി എബ്രഹാം ജോസഫ്, വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഹെബ്ബഗലു, ജനറൽ സെക്രട്ടറി മോഹൻകുമാർ, അപ്പെക്സ് ബോഡികളുടെ അധ്യക്ഷന്മാരും മാനേജ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കൾ 3 ദിവസമായി നടന്ന പാസേജ് ടു ഇന്ത്യ 4ാം സീസണിൽ പങ്കെടുത്തു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ സ്പോൺസർമാരെ ആദരിച്ചു. ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കൾച്ചറൽ സെന്ററും സംയുക്തമായി ഖത്തർ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് പാർക്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് 3 ദിവസത്തെ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത്. അൻവർ പാലേരി, 24, ദോഹ. റമദാൻ ഒരുങ്ങി വിശ്വാസികൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതവിശുദ്ധിയുടെ നാളുകൾ. കേരളത്തിൽ നാളെ റമദാൻ 1 വിവിധ ഖാസിമാർ അറിയിച്ചു. മലപ്പുറം പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാടും മാസപ്പിറവി ദൃശ്യമായി. മാസപ്പിറവി ദർശിച്ചതായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ, മുഹമ്മദ് കോയ തങ്ങൾ, ജമാലുലൈലി, നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ, VP സുഹൈബ് മൗലവി തുടങ്ങിയവർ സ്ഥിരീകരിച്ചതോടെയാണ് റമദാൻ വ്രതത്തിന് തുടക്കമായത്. ഇനിയുള്ള 30 ദിനരാത്രങ്ങൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റേതാണ്. റമദാനിലെ രാത്രികാല നമസ്കാരമായ തറാവീഹിന് തുടക്കമായി. റമദാൻ മാസപ്പിറവി പൊന്നാനിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ റമദാൻ 1 നാളെ ചൊവ്വാഴ്ചയായി പ്രഖ്യാപിക്കുന്നു. അത് ഉറപ്പിച്ചതായിട്ട് വിവരം അറിയിക്കുകയാണ്. പൊന്നാനിയിലാണ് മാസം കണ്ടിട്ടുള്ളത്. മതമൈത്രിയുടെ സന്ദേശവുമായി എത്തുന്ന ഇഫ്താർ വിരുന്നുകളുടെ നാളുകൾ കൂടിയാണ് സമാഗതമായത്. സാധാരണക്കാരനും പണക്കാരനും യോജിച്ച് ഒത്തൊരുമിച്ച് കഷ്ടപ്പെട്ടവരുടെ വിഷമങ്ങൾ കഴിവുള്ളവർ കൂടി മനസ്സിലാക്കാനും ഇതിനെല്ലാം കൂടിയാണ് വിശുദ്ധ റമദാൻ സൃഷ്ടാവ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. ഖുർആൻ അവതരിച്ച മാസം ആയതിനാൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചും പുണ്യം നേടുകയാണ് വിശ്വാസികൾ. 24 കോഴിക്കോട്. വ്രതവിശുദ്ധിയിൽ ഗൾഫ് നാടുകൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നായിരുന്നു റമദാൻ 1. ഒമാനിൽ നാളെയാണ് വ്രതാരംഭം. UAE-യിൽ മഴ കഴിഞ്ഞു മാനം തെളിഞ്ഞപ്പോൾ വിശ്വാസികളുടെ മനസ്സ് വിശുദ്ധിയുടെ പുണ്യത്തിലേക്കും നിറയുകയാണ്. ഇന്നു മുതൽ 30 നാൾ വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും മനോഹര നിമിഷങ്ങളിലൂടെയാണ് വിശ്വാസികൾ കടന്നു പോവുക. ഇന്നലെ മുതൽ UAE-യിലെ പള്ളികളിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പ്രത്യേക കമ്മിറ്റികളും ടീമുകളും നിശ്ചയിച്ചാണ് വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കി വരുന്നത്. UAE-യിലുടനീളം ഇഫ്താർ തമ്പുകളും സജീവമായിട്ടുണ്ട്. വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ലേബർ ക്യാമ്പുകളിൽ ഉൾപ്പെടെ ഇഫ്താർ തമ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. സർക്കാർ സ്വകാര്യ ജീവനക്കാർക്ക് ജോലി സമയങ്ങളിലടക്കം ഇന്നു മുതൽ മാറ്റം നിലവിൽ വന്നു. ദുബായിൽ നോമ്പ് തുറയോടനുബന്ധിച്ച് വൈകിട്ട് 2 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമാണ്. അബുദാബിയിൽ ദർബ് ടോളിൽ രാവിലെ 8 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയും ഫീസ് ഈടാക്കുമെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു. റമദാനിൽ സമയം അറിയിച്ചു മുഴങ്ങുന്ന പരമ്പരാഗത പീരങ്കികൾ ഇത്തവണ ദുബായിലെ 7 ഇടങ്ങളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഗൾഫ് നാടുകളിൽ മതസൗഹാർദ്ദത്തിന്റെയും കൂടിച്ചേരലുകളുടെയും കാലം കൂടിയാണ് ഇനിയുള്ള 30 ദിനങ്ങൾ. 24 ദുബായ്. റമദാനോടനുബന്ധിച്ച് കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി 1800ഓളം പള്ളികൾ തറാവീഹ് നമസ്കാരങ്ങൾക്കായി മറ്റും സജ്ജീകരിച്ചു. തെരഞ്ഞെടുത്ത പള്ളികളിൽ റമദാൻ ക്ലാസുകളും പ്രഭാഷണങ്ങളും നടക്കും. ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ പ്രഭാഷണങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തി. റമദാനോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റി അഹ്ലൻവ സഹ്ലനിയ സംഗമം സംഘടിപ്പിച്ചു. ഔക്കാഫ് ജാലിയാത്തിലെ ഷെയ്ഖ് മുഹമ്മദ് അലി അബ്ദുള്ള സംഗമം ഉദ്ഘാടനം ചെയ്തു. IIC ഉപാധ്യക്ഷൻ അബൂബക്കർ സിദ്ദിഖ് മദനി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സലഫി, നാസർ മുട്ടിൽ, ഷാനി പേരാമ്പ്ര എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സൗദിയിലെ കമീസ് മുഷൈത്ത് ലൗഷോർ വെൽഫെയർ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 6ാമത് നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈദ് ദിനത്തിൽ നടക്കും. കമീസ് നാദി ദമക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. മലപ്പുറം ജില്ലയിലെ അരീക്കോട്, പന്നിക്കോട് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് ധനസഹായം നൽകുന്നതിനാണ് ഫുട്ബോൾ ടൂർണമെന്റ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ റമദാൻ 10-നകം
0532665355 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. സംഘാടക സമിതി ചെയർമാനായി ബഷീർ മലപ്പുറത്തെയും കൺവീനറായി സക്രിയയും തെരഞ്ഞെടുത്തു. സൗദിയിലെ ഖമീസ് മുഷയത്തിൽ അൽജനൂബ് സ്കൂളിൽ KG പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ഗ്രാജുവേഷൻ സംഘടിപ്പിച്ചു. അമീറ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അബ്ദുൽ ജലീൽ കാവനൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ മഹസൂം അറക്കൽ, ഡോക്ടർ ലുക്മാൻ, റിയാസ് MA, ലേഖ സജികുമാർ, തസീന സലീൽ, സുബി റഹീം തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കുട്ടികളുടെ വസ്ത്രനിർമ്മാണ സംരംഭവും പ്രശസ്ത ബ്രാൻഡുമായ സൂൾ ആൻഡ് സെറയുടെ ആദ്യ വിദേശ റീട്ടെയിൽ യൂണിറ്റ് ബഹ്റൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. സീഫ് മാളിൽ നഹാജ് എന്റർപ്രൈസസുമായി ചേർന്നാണ് പ്രവർത്തനം. കുട്ടികളുടെ വസ്ത്രനിർമ്മാണ സംരംഭവും പ്രശസ്ത ബ്രാൻഡുമായ സൂൾ ആൻഡ് സെറയുടെ ആദ്യ വിദേശ റീട്ടെയിൽ യൂണിറ്റ് ബഹ്റൈനിലെ സീഫ് മാളിൽ നഹാജ് എന്റർപ്രൈസസുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ജമീർ അബ്ദുള്ള നാസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കുര്യൻ ജേക്കബ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സൂൾ ആൻഡ് സെറ ബ്രാൻഡ് ഉടമയും ബഹ്റൈൻ ഔട്ട്ലെറ്റ് പാർട്ണറുമായ തനൂറ ശ്വേത മേനോൻ, ബഹ്റൈൻ പാർട്ണർ നാസർ അൽ ഹാമർ, ബഹ്റൈൻ രാജാവിന്റെ ഉപദേശകൻ നബീൽ അൽ ഹാമർ, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സൂൾ ആൻഡ് സെറയ്ക്ക് ഇന്ത്യയിൽ 16 ശാഖകളുണ്ടെന്നും ബഹ്റൈനിലെ നിലവിലെ ബ്രാഞ്ച് ഇന്ത്യക്ക് പുറത്ത് ഇത്തരത്തിലുള്ള ആദ്യ ശാഖയാണെന്നും അംബാസിഡർ അറിയിച്ചു. I'm very happy to attend the opening of the first branch of Zoll and Sera outside of India. I'm very happy that it's happened in Bahrain. I was happy to witness the inauguration. I wish them all the very best. And the fact that there is Indian brands, Indian companies, entities keen on investing in Bahrain, it gives impetus to closer India-Bahrain economic relations, which is a priority for me. Thank you. സൂൾ ആൻഡ് സെറയുടെ ആദ്യ ശാഖ ബഹ്റൈനിൽ തുറക്കുന്നത് ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തിയെ ഒരിക്കൽ കൂടി പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ സമീർ നാസ് പറഞ്ഞു. Kids, everyone loves kids first of all, and I think it's the right market to target. Especially if you target women, they always want to make sure that their kids looks nice, they're presentable, and we found this beautiful brand. It's Zoll and Seera. This is their first outlet outside in India, especially in Bahrain. We're honored that they've chosen this location here in Bahrain as their first space. മാൽദീവ്, സൗദി അറേബ്യ, മലേഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സൂൾ ആൻഡ് സെറയുടെ ശാഖകൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും തനൂറ ശ്വേത മേനോൻ അറിയിച്ചു. 24 ബഹ്റൈൻ. ആണവായുധ പ്രകടശേഷിയുള്ള അഗ്നി 5 മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്ന് പേരിട്ട പരീക്ഷണത്തിന്റെ വിജയത്തിൽ DRDO ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 6000 കിലോമീറ്റർ വരെ ദൂരത്തിൽ ലക്ഷ്യം കാണാൻ കഴിയുന്നതാണ് പുതിയ മിസൈൽ. ഇന്ത്യ വികസിപ്പിച്ച MIRV സാങ്കേതികവിദ്യയാണ് അഗ്നി 5 മിസൈലിന്റെ അടിസ്ഥാനം. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലായിരുന്നു അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണം. അഗ്നി 5ന്റെ ഒരൊറ്റ മിസൈൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ പ്രഹരമേൽപ്പിക്കും. 7500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആക്രമണം നടത്താൻ അഗ്നി 5ന് സാധിക്കും. 17 മീറ്റർ നീളമുള്ള മിസൈലിന്റെ ഭാരം 50 ടണ്ണാണ്. ബീജിംഗ്, ഷാങ്ഹായ് അടക്കമുള്ള നഗരങ്ങൾ ഉൾപ്പെടെ അഗ്നിയുടെ പരിധിയിൽ വരും. അഗ്നി 5 പദ്ധതിയുടെ ഡയറക്ടർ ഒരു വനിതയായിരുന്നു. നിരവധി സ്ത്രീകളും വിവിധ ചുമതലകളിൽ പദ്ധതിയുടെ ഭാഗമായി. അഗ്നി 5ന്റെ വിജയത്തോടെ MIRV സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ത്യയും അംഗമായി. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. പൗരത്വ നിയമ ഭേദഗതി നിലവിൽ. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നില്ല. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് 2019. 2014 ഡിസംബർ 31 മുൻപ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രൈസ്തവ മതസ്ഥർക്ക് പൗരത്വം നൽകുന്നതാണ് ഭേദഗതി. ഓൺലൈനായാണ് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടത്. ഇതിനായുള്ള പ്രത്യേക പോർട്ടലും പ്രവർത്തനക്ഷമമായി.
പൗരത്വത്തിനപേക്ഷിക്കുന്നവർ ഇന്ത്യയിലെത്തിയിട്ട് എത്ര വർഷമായി എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും. കുടിയേറ്റക്കാരായ മുസ്ലിം, ജൂത, ബഹായി മതസ്ഥർക്ക് പുതിയ നിയമപ്രകാരം പൗരത്വം ലഭിക്കില്ല. 2019 BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമെന്നത്. എന്നാൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ അടുത്ത തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തേണ്ടി വന്നു. മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം ഭരണഘടനാ വിരുദ്ധമാണെന്നാരോപിച്ച് നിയമഭേദഗതിക്കെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും രംഗത്തെത്തിക്കഴിഞ്ഞു. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. CPIM-ഉം UDF-ഉം സംസ്ഥാന വ്യാപകമായി നാളെ പ്രതിഷേധം സംഘടിപ്പിക്കും. പൗരത്വ ഭേദഗതി മുസ്ലിം വിരുദ്ധമല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ള നീക്കം രാജ്യത്തെ അസ്വസ്ഥമാക്കാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നിയമം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ആളുകളുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കാൻ ഉള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെ കോൺഗ്രസ് അതിശക്തമായി നേരിടും. നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. It will only be fulfillment of the promise, the assurance which was given to those people who the 75-year-old history shows how they have been persecuted in Pakistan. പൗരത്വ ഭേദഗതി പെട്ടെന്ന് നടപ്പാക്കില്ലെന്ന് കേന്ദ്രം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണെന്നും പുതിയ വിജ്ഞാപനം നിലനിൽക്കില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അത് മുസ്ലിം സംഘടനയുടെ യോഗത്തിൽ തന്നെ അത് പരാമർശ വിഷയമായതാണല്ലോ. മുസ്ലിം സംഘടനയുടെ പ്രതിഷേധം അന്ന് തന്നെ മുഖ്യമന്ത്രി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ജാതിമതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ET മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിയമം അറബിക്കടലിലെറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അർത്ഥം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിന്ദുത്വ രാഷ്ട്രമായി ഈ വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ നീക്കാൻ അവർ ശ്രമിക്കുന്നത്. അതിശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഇതിനെതിരായി രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് സുരേഷ് ഗോപി. ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ്. കേരളം രാജ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങളെങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും? അത്രയേ ഉള്ളൂ. വഹിക്കാൻ പറ്റും. അതിനാണ് ഈ മുഖ്യമന്ത്രി. വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. വിജ്ഞാപനം ഇറക്കിയതിനെ CPI അപലപിച്ചു. പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററും വടക്ക് കിഴക്കൻ മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് 24. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.